ബൈ ദ വേ, വൈദികരുടെ ഫ്യൂണറലിന് പാടുന്ന ഏതെങ്കിലും ഒരു ഈണം പാടാവോ? വൈദികരുടെ ഫ്യൂണറലിന് വൈദികരുടെ ഫ്യൂണറലിന് 8 സർവീസ് ഉണ്ട്. 8? അപ്പൊ 8 സർവീസ് 8 ട്യൂണിനായിരിക്കും. 8 മോഡ്സിനനുസരിച്ചാണ് 8 ഒന്നാം ശുശ്രൂഷ, രണ്ടാം ശുശ്രൂഷ, മൂന്നാം ശുശ്രൂഷ, നാലാം ശുശ്രൂഷ, അഞ്ചാം ശുശ്രൂഷ, 6, 7, 8 അങ്ങനെ 8 ശുശ്രൂഷകളുണ്ട്. അത് ഒരു ശുശ്രൂഷ തന്നെ ഒരു മണിക്കൂറുണ്ടാവും. ടോട്ടലി 8 hours ആണ്. അത് ഒന്നിച്ച് കണ്ടിന്യൂസ് ആയിരിക്കില്ല. ഈ 8 മുഴുവൻ 8 മെലഡീസിലായിരിക്കും. മെലഡി കീപ്പ് ഓൺ ചേഞ്ചിങ്. മൈ ഗോഡ്. അപ്പൊ വൈദികർക്ക് 8 ഉണ്ടെങ്കിലേ ബിഷപ്പ്മാർക്ക് എത്ര ഉണ്ടാവും? ബിഷപ്പ്മാർക്ക് വൈദികർക്ക് സെയിം തന്നെയാണ്, പേര് മാറ്റി പാടുന്നുള്ളൂ. പാത്രീഷ്യൻ സെയിം ആണ്. അത് ശരി. ശമാശന്മാർക്ക് 3. അത് ശരി ശരി. വംശേഷന്ദൻ സൃഷ്ടാവേ തൻ മൃതിയ ഉയിർ തന്നോ നിസ്തുതി വാങ്ങിപ്പോയോ വിമൽപാൻ മോഗതയിൽ വാക്കന്നേ ചൊല്ലുന്നു. ഓ ജ്ഞാനികളെ നേടരുതേ മാമോനെ ആർജിച്ചോ ധനം കൈവിട്ടേ നിന്നയോടും പേണു തിരസ്കൃതമായി ഹൃദമായോരൻ ദേഹം ഭായമേ ചുന്നോർക്കായേ കബറതിലൻ നേവേപ്പാൻ വാഹകരം മുഴറുന്നു. 8 ഒരു പാട്ടാണ്. ഒരു നിറം പോലെയാണ്. ഇതിനകത്തൊരു ടോട്ടലി ഒരു 10-500 പാട്ടുണ്ട് വൈദ്യുതിർക്ക്. 500 പല പാട്ടുകൾ പലതന്ത്രണ്ട്. സാധാരണ പിന്നെ ഈ സിറിയക്ക് ബുദ്ധി ഒത്തിരി റിച്ചാണ്. അതായത് ഇതിനകത്ത് ഗോവസം ഈ ആചാര്യൻ ആശ്വാസം നൽകണം നാദ സിദ്ധന്മാരോടൊപ്പം നിത്യ വാസം നൽകും. ഇത് 4 നടക്കില്ല. ഇത് 5ലേക്ക് പാടും, ഇത് 6ലേക്ക് പാടുമ്പോ ഈ ആചാര്യൻ ആശ്വാസം നൽകണം നാദ സിദ്ധന്മാരോടൊപ്പം നിത്യ വാസം നൽകാ. 8ാമത് പാടുമ്പോ ഈ ആചാര്യൻ ആശ്വാസം നൽകണം നാദ സിദ്ധന്മാരോടൊപ്പം നിത്യവാസം നൽകും. ഓരോ നിറത്തിലും ഇത് മാറിക്കൊണ്ടിരിക്കും. മെലഡി ഒത്തിരി റിച്ചാണ്. ഹിംസ് ആർ സോ റിച്ച്. ഞാൻ തിരുവേനിയായിട്ട് പണ്ട് സംസാരിച്ചപ്പോ യാക്കോബായ സഭയുടെ സംഗീതം പരിചയപ്പെട്ടപ്പോ ഇതൊരു കോംപ്ലക്സ് സിസ്റ്റമാണെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലാക്കുന്നത് അമിതമായ കോംപ്ലക്സ് സിസ്റ്റമാണ്. കാരണം ഒരു അച്ഛന്റെ ഫ്യൂണറലിൽ മാത്രം ഇത്രയും മെലഡികള്. സ്ത്രീകള് ഫ്യൂണറലിൽ തന്നെ 4 സർവീസ് ഉണ്ട്, നോട്ട് ഓൺലി 1 സർവീസ്. അത് ശരി. 4 അതിലൊത്തിരി പാട്ടുകൾ, അതിൽ ഓരോന്നിലും കുറെ പാട്ടുകളും ട്യൂണുകളും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് 3-4 വർഷം കൊണ്ടാണ് ഇത് മാസ്റ്റർ ചെയ്യുന്നത്. അതാണ് ഞാൻ പറയാം, അറൌണ്ട് 2000 മെലഡീസ്. തിരുമേനിക്ക് ഇതെല്ലാം അറിഞ്ഞിരിക്കണം. തിരുമേനി സർവീസ് നടത്താൻ പോകുന്നത് പെട്ടെന്ന് തലേന്ന് വരണം. അത് ശരി. ചിന്തിക്കാൻ സമയമില്ലല്ലോ. അപ്പൊ അവിടെ എഴുതിയിട്ടുണ്ടാവും എട്ടാം അപ്പൊ തന്നെ ചെല്ലണം, വേഗം അടുത്ത താളത്തിലേക്ക് ചെല്ലണമല്ലോ. ശരി ശരി. പിന്നെ ഇത് അച്ഛനെ ഫ്രീ ആണെങ്കിൽ ടെക്സ്റ്റുകളൊക്കെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ അച്ഛനെ കാണുമ്പോഴാണ് അതിന്റെ റിച്ച്നെസ് മനസ്സിലാവുള്ളൂ. ഇത് തന്നെ അത് ടെക്സ്റ്റ് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ പറയുന്നത്. ഇതൊക്കെ ഇപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു. പുരുഷന്മാര് സംസ്കാരം, സ്ത്രീകൾക്ക് വേറെയുണ്ട്, കുട്ടികൾക്ക് വേറെയുണ്ട്. ദർ ആർ ഡിഫറെന്റ് ലിറ്റർജീസ്. ഇതിലിപ്പോ ഇത് 1ാം ശുശ്രൂഷ, ഇത്രയും പാട്ട്. ഇതില് പിന്നെ ഇത് വേറൊരു പാട്ട്, ഇത് വേറൊരു പാട്ട്, പിന്നെ ഇത് വേറൊരു പാട്ട്, ഇത് വേറൊരു പാട്ട്, ഇത് വേറൊരു പാട്ട്. സി ഉണ്ടോ? ഇത് ഇത്രയും പാട്ടുകൾ. അത് 2ാമത്തേല് അതിലേക്ക് വേറെ കുറെ പാട്ടുണ്ട്. 3 സി, അത് വേറെ പാട്ട്. സി
ഇത് പാട്ട്, വേറെ പാട്ട്, അപ്പോൾ അതുണ്ട്. പിന്നെ 4ലേക്ക് വരുമ്പോൾ അതിന് കുറെ പാട്ട്. അങ്ങനെ ഒത്തിരി കടൽ പോലെയാണ് ഈ സംഗീതം. ഇത്ര റിച്ച് ആയിട്ടുള്ള ഒരു സംഗീത ശൈലി കൂടി ഉണ്ടായിട്ടില്ല. നമ്മൾ ഇതേപ്പറ്റി ഒരു ലാർജർ സെക്യുലർ വേൾഡിൽ ഇത് സംസാരിക്കപ്പെടുന്നില്ല. കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും കഴിഞ്ഞപ്പോൾ സംഗീതം തീർന്നു. പിന്നെ ഇച്ചിരി സോപാന സംഗീതവും കഥകളി പദങ്ങളും മെലഡീസ് ഉണ്ടെന്ന് പറയുമ്പോൾ യാക്കോബിന്റെ ഒരു പാട്ട് 54 മെലഡീസ് ഈ പാട്ടെന്ന് പറഞ്ഞാൽ ഗിന്നസ് ബുക്കിൽ ശരിക്കും വരേണ്ടതാണ്. അതെ അതെ, യെസ്. ഒരു ലാർജർ കോൺവെർസേഷനിലേക്ക് ഇത് കൊണ്ടുവരേണ്ടതാണ്. അപ്പൊ ഒന്നാമത് ഇത് ഈ ലേറകളിൽ പാടി നിലകുത്തി മറിഞ്ഞൊക്കെ ഈ അതുകൊണ്ട് ഒരു പബ്ലിക്കിലേക്ക് ഇത് വന്നില്ല. ഈ മൊണാസ്ട്രിയിൽ പാടി ഡാൻസ് കളിച്ചൊക്കെ പോയി പബ്ലിക്കിലേക്ക് വരുന്ന ഇങ്ങനെ സർവീസുകളാണ്. മെലഡീസ് എല്ലാം മൊണാസ്ട്രികളാണ് ഉപയോഗിക്കുന്നത്.